ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാസ്പേനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാനായിട്ട് പറ്റും. കാസ്പേനെ കുറിച്ച് ഞാൻ ഇതിന് മുന്നേയും സംസാരിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം മുന്നേ നമ്മൾ കാസ്പേനെ കുറിച്ച് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. സോ അന്നത്തെ പ്രൈസും ഇന്നത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് കാസ്പ എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ബിറ്റ് കോയിൻ 2.0 ആണോ എന്നൊക്കെയാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. അതുപോലെ തന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ മാത്രം കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാസ്പയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സമയം വൈകാതെ നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. കാസ്പ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം തന്നെ പണത്തിൻ്റെ പരിണാമത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് എവല്യൂഷൻ ഓഫ് മണി. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം നിലനിന്നിരുന്നത് ബാർട്ടർ സമ്പ്രദായമായിരുന്നു. ആളുകൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു ട്രേഡ്സും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ മനുഷ്യൻ പിന്നീട് കുറച്ചും കൂടെ പുരോഗതി കൈവരിച്ച പിന്നെ അവർ പ്രഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡ്, സിൽവർ തുടങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് പിന്നെ എക്സ്ചേഞ്ച് ട്രേഡ്സൊക്കെ നടക്കാനായിട്ട് തുടങ്ങി. പിന്നെയും കുറേ കൂടെ കാലം കഴിഞ്ഞപ്പോൾ മെറ്റൽ കോയിൻസ് ആയാലും ഗോൾഡ് കോയിൻസ്, സിൽവർ കോയിൻസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് അത് വെച്ചിട്ടായിരുന്നു ആളുകൾ വിനിമയം അതുപോലെ തന്നെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു പണത്തിൻ്റെ മേലെയുള്ള പരിണാമം നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകാനായിട്ട് സാധിക്കും. ബാക്കി ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ മനുഷ്യന്മാർ വളരെ വലിയ രീതിയിലേക്കുള്ള പുരോഗതിയാണ്. ശാസ്ത്രമാണെങ്കിലും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ആണെങ്കിലും എല്ലാത്തിലും മനുഷ്യൻ വളരെ പെട്ടെന്നാണ് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വലിയൊരു എവല്യൂഷൻ ഇത്രയും നൂറ്റാണ്ടുകളായിട്ടും സംഭവിച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. സോ മെറ്റൽ കോയിൻസിന് പിന്നെയും പരിണാമം സംഭവിച്ച് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പർ മണിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇപ്പം എല്ലാവരും കയ്യിൽ ക്യാഷ് കൊണ്ടു നടക്കലില്ല. ഗൂഗിൾ പേ അതുപോലെ തന്നെ കാർഡ്സൊക്കെ വെച്ചിട്ട് പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. സോ പേപ്പർ മണി ഇപ്പം നമ്മൾ അധികം ആൾക്കാരും ഉപയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓരോ പണത്തിൻ്റെയും പരിമിതികൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ പുതിയ ടെക്നോളജികൾ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്കിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിനാണ് ഇപ്പം എവല്യൂഷൻ ഓഫ് മണിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പണത്തിൻ്റെയും പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ തരത്തിലുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമുക്കിനി ബിറ്റ് കോയിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ബിറ്റ് കോയിൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത് 2009 കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനോണിമസ് പേഴ്സണാണ്, സതോഷി നാക്കാമോട്ടോ എന്നറിയപ്പെടുന്ന അനോണിമസ് ആയിട്ടുള്ള വളരെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ബിറ്റ് കോയിൻ ലോകത്തിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത്. സോ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഉള്ള പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി സിസ്റ്റം അല്ലെങ്കിൽ ആ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെയൊക്കെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് കോയിൻ ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് മറ്റൊരാൾക്ക് പണം അയക്കണമെങ്കിൽ, പണം വിനിമയം ചെയ്യണമെങ്കിൽ നമ്മുടെ ബാങ്ക് നമ്മുടെയും അതുപോലെ തന്നെ നമ്മൾ പണം അയക്കുന്ന ആളുടെയും ഇടയിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇതൊരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ബാങ്ക് എപ്പോൾ വിചാരിച്ചാൽ വേണമെങ്കിലും നമ്മുടെ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ പണം എങ്ങനെ ചെലവഴിക്കണം എന്നത് ശരിക്കും തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്കാണ്. സോ ഈ ഒരു പരിമിതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ബിറ്റ് കോയിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞാൽ ഒരു പിയർ ടു പിയർ ആയിട്ടുള്ള ഇലക്ട്രോണിക് മണിയാണ്. അതായത് മൂന്നാമതൊരു വ്യക്തിയുടെ ആവശ്യമില്ലാതെ നമുക്ക് പണം വിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് നമ്മുടെ സതോഷി നാക്കാമോട്ടോ ബിറ്റ് കോയിൻ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ബിറ്റ് കോയിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ വളരെ വളരെ ലെങ്തി ആയിട്ട് പോകും. സോ നിങ്ങൾക്കത് യൂട്യൂബിലോ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ പണം അയക്കുന്ന ആ ഒരു മാധ്യമത്തിനെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ബിറ്റ് കോയിനകത്ത് നടക്കുന്ന എല്ലാവിധ ട്രാൻസാക്ഷനുകളും ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡഡ് ആയിരിക്കും.
ബിറ്റ്കോയിൻ ലോഞ്ചായി അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാവിധ ട്രാൻസാക്ഷനുകളും അതുപോലെ തന്നെ ഇപ്പം നടക്കുന്ന ട്രാൻസാക്ഷനുകളും നമുക്ക് ബിറ്റ്കോയിൻ്റെ എക്സ്പ്ലോററിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പം 2009 ബിറ്റ്കോയിൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇന്ന് വരേക്കും ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ വളരെ 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 വലിയ രീതിയിലേക്കുള്ള ഒരു വളർച്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. 2009 അല്ലെങ്കിൽ 2010 സമയത്തൊക്കെ വെറും പൈസയിൽ അല്ലെങ്കിൽ ₹1 മാത്രം വാല്യൂ ഉണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇന്ന് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം $60,000 അടുപ്പിച്ചാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ടൈം ഹൈ ഏകദേശം $73,000 കുറേ ആഴ്ചകൾക്ക് മുന്നേ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പണം എന്നുള്ള രീതിയിൽ ബിറ്റ്കോയിൻ എന്തെങ്കിലുമൊക്കെ പരിമിതികളുണ്ടോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ ഒരു പരിമിതി ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പുതുതായിട്ടൊരു ടേം പഠിക്കേണ്ടതായിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ ട്രിലൈമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമല്ല. അതായത് ഒരു ബ്ലോക്ക് ചെയിൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കേലബിലിറ്റി, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി, മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസെൻട്രലൈസേഷൻ. ഈ 3 കാര്യങ്ങളും ബിറ്റ്കോയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ് എടുക്കാം. തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ ഡീസെൻട്രലൈസ്ഡ് ആണ്. കാരണം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഫെയർലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നമുക്കറിയാം ബിറ്റ്കോയിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 21 മില്യൺ ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിൻ എന്തുകൊണ്ട് ഡീസെൻട്രലൈസ്ഡ് ആണ് എന്ന് പറയാനായിട്ടുള്ള കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫെയർ ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അതായത് ഒരു ടീമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഈ ഒരു കോയിൻ മാർക്കറ്റിലേക്ക് ഇറക്കുന്നതിന് മുന്നേ തന്നെ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് കോയിൻസ് അവർ ഹോൾഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രീമൈൻഡായിട്ട് കോയിൻസ് ഇല്ല. അതുപോലെ തന്നെ ICO IDO അങ്ങനെയൊന്നും നടത്തിയിട്ട് കോയിൻസ് നേരത്തെ ആളുകൾ കൈവശപ്പെടുത്തി വെച്ചിട്ടില്ല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും ബിറ്റ്കോയിൻ ഡീസെൻട്രലൈസ്ഡ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി എന്നാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ബിറ്റ്കോയിൻ ഹൈലി സെക്യൂർഡ് ആണ്. കാരണം ബിറ്റ്കോയിൻ ട്രാൻസാക്ഷനൊക്കെ വാലിഡേറ്റ് ചെയ്യുന്നത് ലോകത്തെമ്പാടുമുള്ള മൈനേഴ്സാണ്. അവർ ഹൈ ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് കമ്പ്യൂട്ടിംഗ് പവറും വെച്ചിട്ടാണ് ട്രാൻസാക്ഷന് വാലിഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യണമെങ്കിൽ തന്നെ മോർ ദാൻ 51% കമ്പ്യൂട്ടേഴ്സ്, അതായത് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളിൽ 51% കമ്പ്യൂട്ടറെങ്കിലും ഹാക്ക് ചെയ്താൽ മാത്രമേ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ ഹാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്കെയിലബിലിറ്റിയാണ്. ഇവിടെയാണ് ബിറ്റ്കോയിനെ ബ്ലോക്ക് ചെയിൻ ട്രൈലേമ സോൾവ് ചെയ്യാനായിട്ട് പറ്റാത്തത്. കാരണം സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിനിലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സ്പീഡ്. തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ്റെ ബ്ലോക്ക് ചെയിൻ വളരെ വളരെ സ്ലോ ആണ്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് അത്യാവശ്യം ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണ്. കാരണം ബിറ്റ്കോയിൻ്റെ ബ്ലോക്സ് പെർ സെക്കൻഡ് വളരെ കുറവാണ്. സോ ബ്ലോക്ക് ചെയിൻ ട്രിലേമ സോൾവ് ചെയ്യാനായിട്ട് ബിറ്റ്കോയിന് പറ്റുന്നില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരിക്കലും തീർച്ചയായിട്ടും ബിറ്റ്കോയിൻ കൊള്ളില്ലാത്ത സാധനം ആണ് എന്നൊന്നുമല്ല ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇൻ ടേംസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ട്രൈലേമ ബിറ്റ്കോയിൻ്റെ സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ഒരു വളരെ വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, ഓരോ തവണ ഉണ്ടാകുന്ന പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു മണീനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ തരത്തിലുള്ള കറൻസികൾ അല്ലെങ്കിൽ പുതിയ മോഡ് ഓഫ് മണീസ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ഇൻഫീരിയർ ആയിട്ടുള്ള മണി സിസ്റ്റംസ് കാലഹരണപ്പെട്ട് പോകുന്നത് നമ്മൾ ചരിത്രത്തിൽ മൊത്തം നോക്കിയാൽ കാണാനായിട്ട് പറ്റുന്നതാണ്. സോ ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും ബിറ്റ്കോയിൻ കാലഹരണപ്പെട്ട് പോകും എന്നല്ല. ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ ബിറ്റ്കോയിൻ വളരെ വളരെ മികച്ചത് തന്നെയാണ്. ബിറ്റ്കോയിൻ ഇപ്പോൾ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത് ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് വീഡിയോൻ്റെ മെയിൻ കാര്യത്തിലേക്ക് വരാം. നമ്മൾ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് കാസ്പയെ കുറിച്ചാണ്. കാസ്പ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, സിമിലർ ടു ബിറ്റ്കോയിൻ. ഇത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോഞ്ച് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവംബർ 2021 ഈ ഒരു കാസ്പ എന്ന് പറയുന്ന പേര് തന്നെ ആൻഷ്യൻ്റ് അരാമിക്കിൽ സിൽവർ എന്നാണ് അർത്ഥം വയ്ക്കുന്നത്. ഇനി നമുക്ക് എന്താണ് കാസ്പയുടെ പുറകിലുള്ള ടെക്നോളജി,
അതുപോലെ തന്നെ കാസ്പേൻ്റെ പുറകിലുള്ള പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ബിറ്റ്കോയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു ടൈമായിരുന്നു ബ്ലോക്ക് ചെയിൻ. അതായത് ബിറ്റ്കോയിൻ നമ്മളിൽ നിന്ന് മറ്റൊരാൾക്ക് ട്രാൻസാക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അയച്ചു കൊടുക്കുമ്പോൾ ബ്ലോക്ക് ചെയിനിലൂടെയാണ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടന്ന് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബിറ്റ്കോയിനും അതുപോലെ തന്നെ കാസ്പേയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലൂടെയാണ്. പക്ഷേ കാസ്പ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബ്ലോക്ക് ചെയിൻ അല്ല, ബ്ലോക്ക് ഡാഗ് ആണ്, അഥവാ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് എന്ന് നമുക്ക് പറയാം. നിങ്ങളിത് കാര്യങ്ങളൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട, ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. നമുക്കിവിടെ ബിറ്റ്കോയിൻ്റെ അടിയിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു പിക്ചർ കാണാനായിട്ട് പറ്റും. അതായത് ട്രാൻസാക്ഷൻ ഇങ്ങനെ ചെയിൻ പോലെയാണ് പോകുന്നത്. ഓരോ ബ്ലോക്കുകളും ബിറ്റ്കോയിൻ ബ്ലോക്കുകളും പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് നമ്മുടെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ നമ്മൾ ബ്ലോക്ക് ഡാഗ് അഥവാ കാസ്പയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും മനസ്സിലാക്കാനായിട്ട് പറ്റും. ട്രാൻസാക്ഷൻസ് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല പാരലലായിട്ടും ബ്ലോക്കുകളിലൂടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. സോ ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാസ്പയ്ക്ക് കൂടുതൽ ട്രാൻസാക്ഷൻ സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനും ബ്ലോക്ക് ഡാഗും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കാസ്പ 2021 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബിറ്റ്കോയിന് ലോഞ്ച് ചെയ്ത് എങ്ങനെയാണോ അതുമായിട്ട് വളരെയധികം സിമിലാരിറ്റി അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ കാസ്പ ലോഞ്ച് ആയിട്ടുള്ളത്. അതായത് ഫെയർ ആയിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നോ ICO, അതുപോലെ തന്നെ ഡെവ്സിന് അലൊക്കേഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ കാസ്പ എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് വർക്ക് അഥവാ ബിറ്റ്കോയിൻ എങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നോ അതുപോലെ തന്നെ മൈൻ ചെയ്തെടുക്കുന്ന പ്രൊജക്റ്റാണ്. അതായത് ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ തിൻ എയറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയല്ല. കാസ്പ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ കാസ്പയും ബാക്ക്ഡ് ബൈ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ ഹൈ കമ്പ്യൂട്ടിംഗ് പവർ തന്നെയാണ്. സോ ബിറ്റ്കോയിൻ ഫെയർ ആയിട്ട് ലോഞ്ച് ചെയ്ത അതേപോലെ തന്നെയാണ് കാസ്പയും ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി കാസ്പേൻ്റെ ടോക്കണോമിക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 28.7 ബില്യണാണ് കാസ്പയുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കാസ്പേൻ്റെ കറൻറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ റാങ്കിങ് വൈസ് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ 22ാമത്തെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസിയാണ് കാസ്പ എന്ന് പറയുന്നത്. കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $0.1678 അതുപോലെ തന്നെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു $4.1 ബില്യൺ അടുപ്പിച്ചാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓർമ്മിക്കുന്നുണ്ടാവും. ഞാൻ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് കാസ്പേനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു കാസ്പയുടെ വില എന്ന് പറയുന്നത് വെറും $0.015 ആയിരുന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 15x വരെ പ്രൈസ് പമ്പായിട്ടുണ്ട്. റീസെൻ്റ്ലി ഏകദേശം ഒരു $0.2 വരെ കാസ്പേൻ്റെ പ്രൈസ് പമ്പായത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ലോഞ്ചിങ്ങിൻ്റെ സമയം തൊട്ട് ഈ ഒരു സമയം വരെയുള്ള പ്രൈസ് പമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്തം വിട്ടു. ഏകദേശം 90,000% എബവ് ആണ് കാസ്പ പമ്പായിട്ടുള്ളത്. കാസ്പേൻ്റെ ആ ഒരു ചാർട്ടും എനിക്ക് നോക്കിയിട്ട് വളരെയധികം ഹെൽത്തി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. സ്റ്റിൽ ഇതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാസ്പ എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇത്രയും വലിയൊരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാസ്പേൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ നോക്കാനായിട്ട് പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് cas.fyi എന്ന് പറയുന്നത്. 28.7 ബില്യൺ ടോട്ടൽ സപ്ലൈയിൽ ഇതുവരെ ഏകദേശം ഒരു 24.5 ബില്യൺ അടുത്ത് മൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ സപ്ലൈൻ്റെ ഏകദേശം 85.6% കാസ്പയും മൈനായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ്റെ സ്പീഡ് നോക്കുകയാണെങ്കിൽ കറൻലി കാസ്പ റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ബ്ലോക്സ് പെർ സെക്കൻഡ് സ്പീഡിലാണ്. അവർ അടുത്ത അപ്ഡേറ്റിൽ ഏകദേശം 2025 പകുതിയോടുകൂടി 10 ബ്ലോക്സ് പെർ സെക്കൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റ് നെറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈവ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടോപ്പ് അഡ്രസ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷനിൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് കാസ്പ കോയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ കാസ്പ മൈനിങ്ങിൻ്റെ റിവാർഡിലും ബിറ്റ് കോയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറേയധികം ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം ബിറ്റ് കോയിൻ്റെ മൈനേഴ്സിന് കിട്ടുന്ന റിവാർഡ് ഓരോ 4 വർഷം കൂടുമ്പോഴും മൈനിങ് റിവാർഡ് പകുതിയാവുന്ന രീതിയിലാണ് അതിൻ്റെ അൽഗോരിതം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ കാസ്പയിൽ അങ്ങനെയല്ല. കാസ്പയിൽ കുറച്ചുകൂടെ ഫാസ്റ്ററാണ്. അതായത് ഓരോ മാസവും ബ്ലോക്ക് റിഡക്ഷൻ സംഭവിക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു ചാർട്ട്, ഈ ഒരു എമിഷൻ ഷെഡ്യൂളിൻ്റെ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഇപ്പോഴത്തെ കറണ്ട് ബ്ലോക്ക് റിവാർഡ് എന്ന് പറയുന്നത് 92 കാസ്പയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ബ്ലോക്ക് റിവാർഡ് 87 കാസ്പയായിട്ട് കുറയുന്നതായിരിക്കും. സോ ഈ ഒരു ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ പിടികിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു കാസ്പ ഇനി എയിം ചെയ്യുന്നത് 1 BPSൽ നിന്ന് 10 BPSലേക്കുള്ള അപ്ഗ്രേഡാണ്. സോ ഇപ്പോൾ ഈ കാണുന്ന വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് 10 BPSൻ്റെ ടെസ്റ്റ്നെറ്റിലുള്ള ട്രാൻസാക്ഷൻ്റെ വിഷ്വലൈസേഷനാണ്. ഹോണസ്റ്റ്ലി 1 BPS എന്ന് പറയുന്ന സ്പീഡും അത്യാവശ്യം വളരെ നല്ല സ്പീഡാണ്. കാരണം നിങ്ങൾ ഒരു കാസ്പ വാലറ്റിൽ നിന്ന് മറ്റൊരു കാസ്പ വാലറ്റിലേക്ക് കാസ്പ അയക്കുമ്പോൾ അത് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ 10 BPSും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കാസ്പേൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ബ്ലോക്സ് പെർ സെക്കൻഡ് ട്രാൻസാക്ഷൻ സ്പീഡ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹോപ്പ്ഫുള്ളി അവരത് അച്ചീവ് ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ അങ്ങനെയാണെങ്കിൽ തന്നെ വളരെ വളരെ മികച്ച സ്പീഡിൽ നമുക്ക് ട്രാൻസാക്ഷൻസും പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. 10 BPS എന്തായാലും 2025 പകുതിയോടെ ആയിരിക്കും നമുക്ക് മെയിൻ നെറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് കാസ്പ ബ്ലോക്ക് ചെയിൻ ട്രിലേമ സോൾവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നേരത്തെ നമ്മൾ ബിറ്റ് കോയിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ ബിറ്റ് കോയിന് സ്കേലബിലിറ്റി ഇഷ്യൂ ഉള്ളതായിട്ട് നമ്മൾ കണ്ടെത്തിയിരുന്നു. സോ നമുക്ക് കാസ്പ ബ്ലോക്ക് ചെയിൻ ട്രിലേമയിലെ 3 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമുക്ക് സെക്യൂരിറ്റി എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും കാസ്പ സെക്യൂർഡാണ്. കാരണം ബിറ്റ് കോയിൻ എങ്ങനെ മൈൻ ചെയ്തെടുക്കുന്നു അതുപോലെ തന്നെയാണ് കാസ്പയും മൈൻ ചെയ്തെടുക്കുന്നത്. മൈൻ ചെയ്തെടുക്കുന്ന ഓരോ കാസ്പയും ബാക്ക്ഡ് ബൈ ഇലക്ട്രിസിറ്റി ആൻഡ് ഹൈ കമ്പ്യൂട്ടിംഗ് പവർ. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. സോ സെക്യൂരിറ്റീൻ്റെ കാര്യത്തിൽ ബിറ്റ് കോയിനിൽ പറഞ്ഞ പോലെ തന്നെ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. ഡീസെൻട്രലൈസേഷൻ തീർച്ചയായിട്ടും കാസ്പ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഫെയർലി ലോഞ്ച്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഡേവ്സോ ആരും കോയിൻ അലൊക്കേഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. ICO IDO പ്രീമൈൻഡ് ആയിട്ട് കോയിൻസ് ഇല്ല. സോ കാസ്പ തീർച്ചയായിട്ടും ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കേലബിലിറ്റിയാണ്. തീർച്ചയായിട്ടും കറൻ്റ്ലി നമ്മൾ പറഞ്ഞു 1 ബ്ലോക്സ് പെർ സെക്കൻഡിലാണ് കാസ്പ ഉള്ളത്. ഈ ഒരു സ്പീഡിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് കാസ്പയ്ക്ക് സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എക്സ്ചേഞ്ചുകളിൽ നിന്നും എക്സ്ചേഞ്ചുകളിലേക്കൊന്നും കാസ്പ അയച്ചു നോക്കരുത്. തീർച്ചയായിട്ടും 2 കാസ്പ വാലറ്റുകളുടെ ഉള്ളിൽ നിങ്ങൾ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാസ്പയ്ക്ക് ബ്ലോക്ക് ചെയിൻ ട്രൈലേമ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. തീർച്ചയായിട്ടും കുറേയധികം ആളുകൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ബിറ്റ് കോയിനുമായിട്ട് കാസ്പേനെ കമ്പയർ ചെയ്യുന്നതിൽ കുറേ ആളുകൾക്ക് തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഒരു വീഡിയോയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഈ ഒരു കാസ്പ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ പുറകിൽ. അതിൻ്റെ പുറകിലുള്ള മെയിനായിട്ടുള്ള ആളുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നുള്ളൂ. സോ മെയിൻ വ്യക്തി എന്ന് പറയുന്നത് യൊനാഥൻ സോംപൊളൻസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ക്രിപ്റ്റോ സ്പേസിൽ വളരെ വളരെ വെൽ നോൺ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം കഴിഞ്ഞ 10-12 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു ഫീൽഡിലുണ്ട്. നമ്മുടെ ഇപ്പം വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള മാർക്കറ്റിലുള്ള കുറേ അധികം പ്രൊജക്റ്റുകളുടെ വൈറ്റ് പേപ്പർ നോക്കുകയാണെങ്കിലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തതായിട്ട് കാണാനായിട്ട് പറ്റും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കാർഡാനോ ടോപ്പ് 10ൻ്റെ ഉള്ളിലുള്ളൊരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റാണ്. അതിൻ്റെ വൈറ്റ് പേപ്പറിൽ ഇദ്ദേഹത്തിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവലാഞ്ച്, അങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ബാക്കിയുള്ള പ്രൊജക്റ്റുകളിലൊന്നും ഓർമ്മയില്ല. കുറേ അധികം പ്രൊജക്റ്റുകളിൽ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതേറിയത്തിൻ്റെ ഫൗണ്ടറായിട്ടുള്ള വിറ്റാലിക് ബ്യൂട്ടറിനും പലതവണ ഇദ്ദേഹത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം.
So consensus runs on these two big algorithms. One of them is this LMD Ghost fork choice rule, which is an adaptation of this Ghost algorithm that was invented by Jonathan Sampolinski in 2013 to a proof of stake context. And the main goal of LMD Ghost is to be able to handle network latency, be able to handle fast messages, and be able to kind of help rapidly confirm blocks, even if many messages come in parallel. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാർഡോനോൻ്റെ ഫൗണ്ടറും അതുപോലെ തന്നെ എതേറിയത്തിൻ്റെ കോ ഫൗണ്ടറായിട്ടുള്ള ചാർലസ് ഹോസ്കിൻസണും ഈ ഒരു ബ്ലോക്ക് ഡാഗിനെ കുറിച്ചും അതുപോലെ തന്നെ യോനാഥിനെ കുറിച്ചും വർഷങ്ങൾക്ക് മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. So this was a line of research that started in Israel under two people, Avi Zohar and Yonatan Samopinski. What year did that come out? And the first paper was called Ghost, and it came out in 2013. And actually, we included Ghost, a version of it, in the Ethereum protocol. So later on, what they did is they built up the theory, they built up the rigor, and they created a new version of the protocol called Spectre, which came out in 2016. Right. And they've been since iterating and refining and thinking carefully about the model. Putting all that work into, creating a DAG, I mean, is that something that you're really serious about implementing? I mean, Tens of thousands of transactions per second, really? Low latency, confirmation times. It's basically like an order of magnitude performance. If there is a big difference between the Spectre protocol and the existing DAG protocol that's being implemented in the three other projects we mentioned, right? Yeah, and Spectre is kind of fine-tuned for proof of work, whereas IOTA and Hashgraph is not. അതുപോലെ തന്നെ ഇന്നലെ കാസ്പേനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം കാസ്പേൻ്റെ മൈനിങ് ഹാഷ് റേറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മൈനിങ് ഹാഷ് റേറ്റ് എന്നുള്ള ടേം കേട്ടിട്ട് നിങ്ങൾ അധികം കൺഫ്യൂസ് ആവണ്ട. കാരണം ഈ ഒരു ഹാഷ് റേറ്റ് കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മൈനിങ് പവർ കാസ്പേയിലേക്ക് വന്നതുകൊണ്ടാണ്. ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു നെറ്റ്വർക്ക് ആണെങ്കിലും അതിലേക്ക് കൂടുതൽ മൈനേഴ്സും അതുപോലെ തന്നെ കൂടുതൽ മൈനിങ് പവർ വരുന്ന സമയത്തും ഹാഷ് റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. കൂടുതൽ ഹാഷ് റേറ്റ് ഉള്ള നെറ്റ്വർക്കുകൾ എപ്പോഴും കൂടുതൽ സെക്യൂർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കാസ്പേയിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ അധികം ഡെവലപ്മെൻറ്റ്സ് അതുപോലെ തന്നെ കാസ്പേൻ്റെ ഫ്യൂച്ചറൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് സംസാരിക്കാം. റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാസ്പ മൈനിങ്ങുമായിട്ട് സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് റീസെൻ്റ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. അതായത് മാരത്തോൺ ഡിജിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിറ്റ്കോയിൻ മൈനിങ് കമ്പനി റീസെൻ്റ്ലി അവർ കാസ്പ മൈൻ ചെയ്യുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവർ $15 മില്യൺ വർത്തായിട്ടുള്ള കാസ്പ മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവർ മൈനിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ആണ് അവർ പബ്ലിക്കലി പറഞ്ഞത് ഞങ്ങൾ കുറച്ച് കാലമായിട്ട് കാസ്പ മൈൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. സോ ഈ ഒരു മാരത്തോൺ ഡിജിറ്റൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു കമ്പനിയാണ്. വളരെ ഓൾഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ വലിയ രീതിയിൽ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അത്. സോ അവർ ബിറ്റ്കോയിൻ മാത്രം കൺസിഡർ ചെയ്യാതെ ഇപ്പം കാസ്പയിലേക്കും കൂടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മാരത്തോൺ ഡിജിറ്റലിൻ്റെ CFO അവരുടെ ബാലൻസ് ഷീറ്റിലേക്ക് കാസ്പ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. Got some very smart people in the company. And one of the things that we have been able to incubate within the company is out of the box ideas. And one of that ideas was Kaspa. And Kaspa is a bet. We continue to remain committed to Bitcoin mining. Majority of our revenues are tied to Bitcoin mining, but then we also have invested in Kaspa miners and freed up about 1% of our energy source to mine this Kaspa product, which is very high margin, between 85 to 90% margin in the current pricing environment. Obviously, it will fluctuate with the period of time as the global hash rate increases and as this coin becomes more mainstream. But it provides us that opportunity and think out of the box where we can use the same electrons, create more value for our stockholders, and then we can monetize that, either keep it on our balance sheet or monetize that and buy more Bitcoin and continue our story. അതുപോലെ തന്നെ റീസെൻ്റ്ലി ബൈനാൻസും കാസ്പേൻ്റെ മൈനിങ് ലോഞ്ച് പൂൾ ആരംഭിച്ചിട്ടുണ്ട്. സോ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഗ്ലോബലിയുള്ള മൈനേഴ്സിന് നമ്മുടെ കയ്യിലുള്ള കുറച്ച് പൈസ കൊടുത്തിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള മൈനിങ് റിവാർഡ്, കാസ്പേൻ്റെ മൈനിങ് റിവാർഡ് നമുക്ക് കിട്ടുന്ന പരിപാടിയാണ്. സോ ബൈനാൻസ് ഇതുവരേക്കും കാസ്പ അവരുടെ സ്പോട്ടിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല.
കാസ്പേൻ്റെ ഫ്യൂച്ചേഴ്സ് മാത്രമേ നമുക്കിപ്പം ബൈനാൻസിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ എന്തുകൊണ്ടാണ് ബൈനാൻസിൽ കാസ്പ ലിസ്റ്റ് ആവാത്തതിൻ്റെ റീസൺ എന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. സോ വളരെ നല്ല ന്യൂസുകളാണ് ഇപ്പം കാസ്പ മൈനിങ്ങിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് കാസ്പ ബൈനാൻസ് ലിസ്റ്റ് ആവാത്തതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇപ്പം കാസ്പ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. കാസ്പ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെയിൻ എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈബിറ്റ്, ഗേറ്റ്.io, കുക്കോയിൻ, MEXC, ബിറ്റ്ഗെറ്റ് തുടങ്ങിയ എക്സ്ചേഞ്ചുകളിലേക്കാണ്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ടയർ 1 എക്സ്ചേഞ്ച് പോലും ഇതുവരെയും കാസ്പ ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാസ്പേൻ്റെ പുറകിൽ ഒരു കമ്പനിയില്ല. ബേസിക്കലി ബൈനാൻസ് ലിസ്റ്റിംഗ് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏത് പ്രൊജക്റ്റാണോ ബൈനാൻസ് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവർ എക്സ്ചേഞ്ചുകളിലേക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രമേ അവരുടെ പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ വലിയ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ലിസ്റ്റിംഗ് വരത്തുള്ളൂ. സോ തീർച്ചയായിട്ടും ബൈനാൻസിന് കാസ്പ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ആദ്യം അവർ കാസ്പ നല്ല രീതിയിൽ വാങ്ങണം, എന്നാൽ മാത്രമേ അവർക്ക് ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ തീർച്ചയായിട്ടും ബൈനാൻസ്, ക്രാക്കൺ, കോയിൻബേസ് പോലുള്ള വലിയ വലിയ എക്സ്ചേഞ്ചുകളിലേക്കൊക്കെ ഉടനെ തന്നെ കാസ്പേൻ്റെ ലിസ്റ്റിംഗ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്രാക്കൺ എക്സ്ചേഞ്ച് ഒക്കെ അവരുടെ ലിസ്റ്റിംഗ് റോഡ് മാപ്പിൽ ഓൾറെഡി കാസ്പയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി തീർച്ചയായിട്ടും കാസ്പ ലിസ്റ്റിംഗ് ടയർ 1 എക്സ്ചേഞ്ചുകളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സ്ചേഞ്ചുകളൊക്കെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ, കാസ്പ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ബൾക്ക് എമൗണ്ടിൽ കാസ്പ വാങ്ങിയാൽ മാത്രമേ അവർക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ തീർച്ചയായിട്ടും ടയർ 1 എക്സ്ചേഞ്ചുകളിലേക്ക് ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു പ്രൈസ് പമ്പ് പ്രതീക്ഷിക്കാം. വീണ്ടും പറയുന്നു, ഇതൊന്നും ഒരിക്കലും ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, വാങ്ങാതിരിക്കാം. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വെക്കണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഒരു പെയ്ഡ് കണ്ടന്റ് അല്ല. കുറേയധികം കാലമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം ഫുൾ എയർ ഡ്രോപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ തിരക്കിലായത് കൊണ്ട് മാത്രമാണ് ഇടാനായിട്ട് വൈകിപ്പോയത്. ഇനി കറൻ്റ്ലി നിങ്ങൾക്ക് കാസ്പ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MEXC ആണ്. MEXC ഗ്ലോബലിൽ നമ്മൾ ഇപ്പം KYCയും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് MEXCയിൽ നിന്ന് കാസ്പ വാങ്ങിക്കാനായിട്ട് പറ്റുന്നതാണ്. MEXCയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിനിങ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും എക്സ്ചേഞ്ചുകളിൽ നിങ്ങളുടെ ഫണ്ട്സും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്യരുത്. കാസ്പ വാങ്ങിയതിന് ശേഷം കാസ്പേൻ്റെ വാലറ്റിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഇപ്പം ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് കാസ്പിയം എന്ന് പറഞ്ഞിട്ടുള്ള വാലറ്റാണ്. ഇത് നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും iOSലും അതിൻ്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും നിങ്ങൾ ഫണ്ട് കീപ്പ് ചെയ്യുന്ന വാലറ്റിൻ്റെ സീഡ് ഫേസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എവിടെയെങ്കിലും മറക്കാതെ എഴുതി വെക്കാൻ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ സമ്മറൈസ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നമ്മുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ കാസ്പേനെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും കാസ്പ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അതുപോലെ തന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി തീർച്ചയായിട്ടും മിനിമം ഒരു ടോപ്പ് 10 അല്ലെങ്കിൽ ഒരു ടോപ്പ് 5 ക്രിപ്റ്റോ കറൻസീൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മുടെ ഒരു കാസ്പ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാനായിട്ട് പറ്റത്തില്ല. ഗ്ലോബൽ മൊത്തത്തിൽ അല്ലെങ്കിൽ US-ലൊരു റിസഷനും കാര്യങ്ങളൊക്കെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബിറ്റ് കോയിനും ആൾട്ട് കോയിൻസിലും ഒക്കെ നല്ല രീതിയിലൊരു ഡൗൺ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ബിറ്റ് കോയിൻ ഹാവിങ് കുറേയധികം ഡിഫറെൻ്റ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് ബിറ്റ് കോയിൻ ഹാവിങ്ങിന് മുന്നേ തന്നെ നമ്മുടെ ബിറ്റ് കോയിൻ്റെ ETF കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ബിറ്റ് കോയിൻ അതിൻ്റെ ന്യൂ ഓൾ ടൈം ഹൈ അടിച്ചതിന് ശേഷം ഇപ്പം പ്രൈസ് കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിനേറിയോ ആണ്. സോ മൊത്തത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയാണ് ഇനി പെർഫോം ചെയ്യാമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഞാനൊരു കാസ്പ ഹോൾഡറാണ്. കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ഞാൻ കാസ്പ DCA ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ട്വിറ്ററിൽ കയറി നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പിൻഡ് ട്വീറ്റ് കാണാം. ഏകദേശം 1 വർഷം മുന്നെയാണ് ഞാൻ ഈ ഒരു ത്രെഡ് എഴുതിയത്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ട്വിറ്ററിനകത്ത് എഴുതിയിട്ടുള്ളൊരു ത്രെഡാണിത്. അതുപോലെ തന്നെ എൻ്റെ പേര് എഴുതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
ഞാനൊരു കാസ്പ വിശ്വാസിയാണോ അല്ലയോ എന്നൊക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ത്രെഡ് എഴുതിയ സമയത്ത് എനിക്ക് തോന്നുന്നു കാസ്പ ഏകദേശം ഒരു 43-44 റാങ്ക്ഡ് ക്രിപ്റ്റോ കറൻസി ആയിരുന്നു, 43 സോ ഇപ്പോൾ അത് 22 വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫൈനൽ സമ്മറി അല്ലെങ്കിൽ കൺക്ലൂഷൻ പറയാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും കാസ്പ ബ്ലോക്ക് ചെയിൻ ട്രൈലേമ സോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ബിറ്റ് കോയിനെക്കാട്ടും ബെറ്റർ ആയിട്ടാണ് എനിക്ക് കാസ്പ തോന്നുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങൾ ഇതേ അഭിപ്രായം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് എനിക്ക് യാതൊരുവിധ നിർബന്ധവുമില്ല. സോ എനിക്ക് അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദയവ് ചെയ്തിട്ട് ഒരിക്കലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചാടിക്കയറി വാങ്ങിക്കരുത്. നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് അനാലിസിസ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു ക്രിപ്റ്റോ ആണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്രിപ്റ്റോയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന എമൗണ്ട് മാത്രം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടംപോലെ ആർട്ടിക്കിളുകളും ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസും കാസ്പയെ കുറിച്ച് അവൈലബിൾ ആണ്. എല്ലാം കണ്ടു പഠിക്കുക. കാസ്പ മാത്രമല്ല, നിങ്ങൾ ഏതൊരു പ്രൊജക്റ്റ് റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ ഗൈസ്, കുറേയധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്തായാലും കാണാം. അതുവരേക്കും ബൈ.